പശ്ചിമേഷ്യയിലെ വർദ്ധിച്ചുവരുന്ന ഭൂരാഷ്ട്രീയ സംഘർഷങ്ങളും ക്രൂഡ് ഓയിൽ വിലയിലെ കുത്തനെയുള്ള ഉയർച്ചയും ചേർത്ത് ആഗോള സാമ്പത്തിക രംഗത്ത് അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുമ്പോൾ അതിന്റെ നേരിട്ടുള്ള ആഘാതം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലും പ്രതിഫലിച്ചു. US, ഇസ്രായേൽ, ഇറാൻ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ശക്തി പ്രാപിച്ചതോടെ ആഗോള വിപണിയിൽ സമ്മർദ്ദത്തിലായി. ഇതിന്റെ പശ്ചാത്തലത്തിൽ US ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം 92 രൂപ കടന്ന് ബുധനാഴ്ച കുത്തനെ ഇടിഞ്ഞ് ആശങ്ക വർദ്ധിപ്പിച്ചു. റിസ്ക് എടുക്കാൻ മടിക്കുന്ന നിക്ഷേപകരും ശക്തി പ്രാപിക്കുന്ന ഡോളറും ചേർന്ന് രൂപയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന സാഹചര്യമാണിപ്പോൾ. ഇന്ത്യ അതിന്റെ അസംസ്കൃത എണ്ണ ആവശ്യത്തിലൂടെ ഏകദേശം 85% ഇറക്കുമതി ചെയ്യുന്നു. ഇത് എണ്ണവിലയിലെ തുടർച്ചയായ വർധനവിന് സമ്പദ് വ്യവസ്ഥയെ പ്രത്യേകിച്ചും ദുർബലമാക്കുന്നു. ഉയർന്ന ക്രൂഡ് ഓയിൽ വില സാധാരണമായി രാജ്യത്തിന്റെ ഇറക്കുമതി ബിൽ വർദ്ധിപ്പിക്കുകയും പണപ്പെരുപ്പം സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും കറൻസിയെ ദുർബലമാക്കുകയും ചെയ്യുന്നു. എണ്ണവിലയിൽ നീണ്ടു നിൽക്കുന്ന കുതിച്ചുചാട്ടം ഇന്ത്യയുടെ കറന്റ് അക്കൗണ്ട് കമ്മി വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക വളർച്ചയെ ബാധിക്കുകയും ചെയ്തു. ഇത് രൂപയുടെ മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തി. ആഗോള കറൻസികൾക്കെതിരെ US ഡോളർ ശക്തി പ്രാപിച്ചതും രൂപയുടെ മൂല്യത്തിൽ ഇടിവുണ്ടാകുന്നു. വർദ്ധിച്ചുവരുന്ന ബഹുരാഷ്ട്രീയ സംഘർഷങ്ങളും ആഗോള വിപണികളിലെ അനിശ്ചിതത്വം കാരണം നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപമായി ഡോളറിനെ ആശ്രയിക്കുന്നത് വർദ്ധിച്ചു വരികയാണ്. ആഗോളതലത്തിൽ അപകട സാധ്യത ഒഴിവാക്കൽ വർദ്ധിപ്പിക്കുമ്പോൾ വളർന്നു വരുന്ന വിപണിയിൽ നിന്ന് US ഡോളർ, US ട്രഷറി ബോണ്ടുകൾ പോലുള്ള സുരക്ഷിതമായ ആസ്തിയിലേക്ക് മൂലധനം ഒഴുകുന്നു. മൂലധന പ്രവാഹത്തിലെ ഈ മാറ്റം എല്ലായ്പ്പോഴും രൂപ ഉൾപ്പെടെയുള്ള വളർന്നു വരുന്ന വിപണി കറൻസികളിൽ അധിക സമ്മർദ്ദം ചെലുത്തുന്നു. രൂപയുടെ മൂല്യത്തകർച്ച ആഗോള സാമ്പത്തിക വിപണിയിലുടനീളം വിശകലനമായ ചാഞ്ചാട്ടത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. വാൾ സ്ട്രീറ്റിലെ ബലഹീനയ്ക്ക് ശേഷം ഏഷ്യയിലുടനീളം ഇക്വിറ്റി മാർക്കറ്റുകൾ കുത്തനെ ഇടിഞ്ഞു. നിക്ഷേപകർ അപകട സാധ്യതയുള്ള ആസ്തിയിലേക്കുള്ള എക്സ്പോഷർ കുറച്ചതിനാൽ കറൻസി മാർക്കറ്റുകൾ ബഹുരാഷ്ട്ര ആഘാതങ്ങളോട് വേഗത്തിൽ പ്രതികരിക്കുന്ന പ്രവണത കാണിക്കുന്നു. പ്രത്യേകിച്ച് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന മേഖലകൾ ഉൾപ്പെടുമ്പോൾ ക്രൂഡ് ഓയിൽ വില ഉയരുകയും ആഗോള അനിശ്ചിതത്വം വർദ്ധിക്കുകയും ചെയ്യുന്നതിന് നിരവധി വളർന്നു വരുന്ന വിപണി കറൻസികൾ വീണ്ടും സമ്മർദ്ദത്തിലായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ രൂപയുടെ മൂല്യത്തെ സ്വാധീനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മിഡിൽ ഈസ്റ്റിലെ സംഭവ വികാസങ്ങൾ ക്രൂഡ് ഓയിൽ വിലയിലെ ചലനങ്ങളും വിപണി പങ്കാളികൾ ഇപ്പോൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. അതേസമയം തുടർച്ചയായ വർധനവുകൾക്ക് പിന്നിലെ സ്വർണ്ണവിലയിൽ നേരിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിലായി വിലയിൽ വൻപൻ കുതിപ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലേക്ക് എത്തി വിപണി. ഇന്നലെ 1,24,680 രൂപയിൽ തുടങ്ങിയ വിപണി വൈകുന്നേരം ആയപ്പോഴത്തേക്കും 1,22,920 രൂപയിൽ എത്തിയിരുന്നു. ഇന്ന് ഗ്രാമിന് 285 രൂപ കുറഞ്ഞ് 10,080 രൂപയിലെത്തി. ഇന്നലെ 15,365 രൂപയായിരുന്നു വില. ഇതോടെ പവന് 2,280 രൂപ കുറഞ്ഞ് 1,20,640 രൂപയിലുമായാണ് ഇന്നത്തെ വിപണി ആരംഭിച്ചത്. ഇന്നത്തെ 24 ക്യാരറ്റ് സ്വർണത്തിന്റെ വില 16,451 രൂപയും 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വില 15,080 രൂപയും 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വില 12,338 രൂപയുമാണ്. ഇന്നത്തെ വെള്ളി വില ഗ്രാമിന് 315 രൂപയും കിലോഗ്രാമിന് 3,15,000 രൂപയുമാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് കേരളത്തിലെ സ്വർണ്ണവിലയിലും നിയന്ത്രിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പുതിയ താരിഫ് നയങ്ങൾ US ഡോളറിന്റെ മൂല്യത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നു. സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ ആഗോള നിക്ഷേപകർ സ്വർണ്ണത്തിലേക്ക് ചുവടുമാറ്റുന്നതും വില ഉയരാൻ കാരണമാകുന്നുണ്ട്. കൂടാതെ ഭൗമരാഷ്ട്ര സാഹചര്യങ്ങളും US ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് സംബന്ധിച്ച തീരുമാനങ്ങളും വിപണിയെ ശക്തമായി സ്വാധീനിക്കുന്നു. കേരളത്തിൽ വിവാഹ സീസൺ സജ്ജീകരിക്കുന്ന ഘട്ടത്തിൽ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന ഈ വർധനവ് സാധാരണ കുടുംബങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. ഇന്നത്തെ നിരക്ക് പ്രകാരം പണക്കൂലിയും GST മറ്റു ചാർജുകളും ചേരുമ്പോൾ ഒരു പവൻ ആഭരണം വാങ്ങാൻ ഉപഭോക്താവ് ഏകദേശം 1.30 ലക്ഷത്തിന് മുകളിൽ നൽകേണ്ടി വരും. ആഭരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് വിവിധ ജ്വല്ലറികളിലെ പണിക്കൂലി ഓഫറുകളും താരതമ്യം ചെയ്യുന്നത് അല്പമെങ്കിലും ലാഭമുണ്ടാക്കാൻ സഹായിക്കും. വിപണിയിലെ അസ്ഥിരത തുടരുന്നതിനാൽ വലിയ തോതിൽ സ്വർണം വാങ്ങുന്നവർ ജാഗ്രത പാലിക്കണം. ആഭരണങ്ങൾക്ക് പുറമെ ഗോൾഡ്, EDF, ഡിജിറ്റൽ ഗോൾഡ്സ് തുടങ്ങിയ നിക്ഷേപ മാർഗങ്ങളും ലാഭകരമായേക്കാം. സ്വർണം വാങ്ങുമ്പോൾ BIS ഹോൾമാർക്കും HUID നമ്പറും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. വിപണിയിലെ ദൈനംദിന മാറ്റങ്ങൾ നിരീക്ഷിച്ച ശേഷം മാത്രം നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതാണ് ഉചിതം. വില ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.